ഹലോ എവരിവൺ. ഏറ്റവും കൂടുതൽ ആളുകൾ സംശയത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ബാങ്ക് എക്സാമിൽ ഇംഗ്ലീഷിൽ എങ്ങനെ മാർക്സ് നേടാം? പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കുഴപ്പം എന്താണ്? ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് ആണ്, ഒരു സബ്ജക്റ്റ് അല്ല എന്ന് തിരിച്ചറിയാത്തതാണ് കാര്യം. പല ആളുകളും ഇംഗ്ലീഷ് പഠിക്കുന്ന സ്ട്രാറ്റജിയിലാണ് പ്രോബ്ലം. ഇംഗ്ലീഷ് പഠിക്കുന്നത് മാത്സ് പഠിക്കുന്നത് പോലെയും റീസണിങ് പഠിക്കുന്നത് പോലെയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ഇംഗ്ലീഷ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ലാംഗ്വേജ് എന്ന നിലയിൽ നമ്മൾ ഇംഗ്ലീഷിനെ ഡെവലപ്പ് ചെയ്യണം. അതിന് ഗ്രാമർ പഠിച്ചുകൊണ്ട് കാര്യമില്ല. വെറും ഗ്രാമർ മാത്രം റൂൾസ് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഗ്രാമർ കുറേ നേരം പഠിച്ചതുകൊണ്ടോ ടെൻസുകൾ മാത്രം മനസ്സിലാക്കിയതുകൊണ്ടോ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഓവറോൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലാംഗ്വേജ് പ്രൊഫഷൻസി കൂട്ടുക എന്നുള്ളതാണ്. അതെന്താ വഴി? ഒരു ദിവസം ഒരു 2 പേജെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കണം. അത് ഏത് പുസ്തകമാവും, നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് നിങ്ങളുടെ ലാംഗ്വേജ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള പുസ്തകം സെലക്ട് ചെയ്യാം. എന്നിട്ട് 2 പേജ് ദിവസവും വായിക്കാം. 2 പേജ് വായിക്കുമ്പോൾ അതിലൊരു പേജിനെ ഗ്രമാറ്റിക്കലി അനലൈസ് ചെയ്യാം, ഗ്രാമർ വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് അതിലുള്ള ഗ്രാമർ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, there are so many things I want to say എന്നൊരു ഓഥർ പറയുമ്പോൾ അതിനകത്തൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ? there are so many things I want to say എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം നമ്മൾ ഇത്തരം സ്ട്രക്ചേഴ്സുമായിട്ട് പരിചയപ്പെടണം. ലാംഗ്വേജിനെ നിരന്തരമായിട്ട് കണ്ട് പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് അങ്ങനെ സ്ട്രക്ചേഴ്സുമായിട്ട് പരിചയപ്പെടാൻ കഴിയുക. അപ്പോൾ ഒരു ബുക്കിലെ ഒരു പേജ് വായിക്കുന്നു, 2 പേജ് വായിക്കുന്നു, ആ 2 പേജിൽ ഒരു പേജ് നമ്മൾ അനലൈസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വായനയുടെ വേഗതയാണ്. എത്രയാണ് നിങ്ങളുടെ വായനയുടെ വേഗത? നിങ്ങൾ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട്, ഒരു മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വായിക്കാം. ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചാൽ മതി, പേപ്പർ വായിച്ചാലും മതി. എന്നിട്ട് നിങ്ങൾ വായിച്ച വേർഡ്സിനെ ഒന്ന് കൗണ്ട് ചെയ്തു. ആ വേർഡ്സ് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് നിങ്ങളൊരു വേർഡ് പെർ മിനിറ്റ് വേഗത എന്ന് മനസ്സിലാവും. ഒരു ബാങ്ക് എക്സാം എഴുതുന്ന കുട്ടിയെ സംബന്ധിച്ച് 250-നും 350-നും ഇടയിൽ വേർഡ്സ് പെർ മിനിറ്റ് വായിച്ചിരിക്കണം. അതിന് നിങ്ങൾ വായിക്കുന്ന പുസ്തകം വെച്ചുകൊണ്ട് തന്നെ പരിശീലിക്കണം. ഒരു പേന ഉപയോഗിച്ച്, മാർക്കർ ഉപയോഗിച്ച് നമ്മുടെ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഫിംഗർ അല്ലെങ്കിൽ പേന മെല്ലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വായിക്കേണ്ട വേഗതയിൽ വായിച്ചെടുക്കാൻ കഴിയും. അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പുസ്തക വായനയുടെ ഇമ്പ്രൂവ് ചെയ്യും. അടുത്ത നമ്മൾ വീഡിയോസ് കാണാവുന്നതാണ്. വീഡിയോസ് കാണാന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള വീഡിയോസ് കാണാം? നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വെബ് സീരീസ് കാണാം, ഏത് വീഡിയോ വേണമെങ്കിൽ കാണാം. വെരി സിമ്പിൾ ആയിട്ട് കാണുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്താൽ മതി. 10 മിനിറ്റ് സമയം ടെഡെക്സിനകത്ത്, യൂട്യൂബിൽ കയറിയിട്ട് ടെഡെക്സിനകത്ത് ആളുകൾ നടത്തുന്ന ഒരുപാട് സ്പീച്ചസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു സ്പീച്ച് നമ്മൾ കാണാം. അത് ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ വീഡിയോ അനലൈസ് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് ഞാൻ കണ്ടത്? വെറുതെ എഴുതി നോക്കുക, ഞാൻ എന്ത് കണ്ടു, എന്താണ് സ്പീക്കർ ഉദ്ദേശിക്കുന്നത്, എന്താണ് സ്പീക്കർ പറയുന്നത്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ആ വീഡിയോ എഴുതി വെക്കാൻ കഴിയും. അങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ അറിയാത്തൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം, ലാംഗ്വേജ് കനോട്ട് ബി ലേൺഡ്, ലാംഗ്വേജ് കൻ ഓൺലി ബി അക്വയർഡ്. ഇപ്പൊ ഞങ്ങൾ ക്ലാസ് റൂമിലൊക്കെ ഞങ്ങൾ അവലംബിക്കുന്ന സിസ്റ്റം ഉണ്ട്. എന്റെ ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ കുട്ടികൾക്ക് ലാംഗ്വേജ് ലേണിംഗ് സിസ്റ്റം അല്ല കൊടുക്കുന്നത്, അക്വയറിംഗ് സിസ്റ്റമാണ്. അവരെ കൊണ്ട് എങ്ങനെയാണ് ലാംഗ്വേജിനെ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഗുണം എന്താ? 30 out of 30, 25 out of 30, അല്ലെങ്കിൽ 27 out of 30 എന്നുള്ള സ്കോറിൽ കുട്ടികൾ വരുന്നുണ്ട്. അതിന് കാരണം വളരെ സിമ്പിൾ ആണ്. ലാംഗ്വേജിലെ വെറും റൂൾസ് മാത്രം പഠിപ്പിക്കുന്നതിന് പകരം ലാംഗ്വേജുമായിട്ട് അവരെ ഫെമിലിയർ ആവാനുള്ള വേദി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കോച്ചിങ്ങിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അവിടെയാണ് വീഡിയോ വാച്ചിങ്ങിന്റെ പ്രസക്തി. നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുമ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, എന്താണ് ഞാൻ കണ്ടത്. ചില കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല, വേണേ ക്യാപ്ഷൻ ഓണാക്കിയിട്ടു. പക്ഷെ ക്യാപ്ഷൻ ഓണാക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ കാര്യം എന്നറിയോ? നമ്മൾ ക്യാപ്ഷൻ ഓണാക്കുമ്പോൾ ചില സമയങ്ങളിൽ അടിയിൽ കാണിക്കുന്ന എഴുതുന്നത് കൃത്യമായിട്ടും സ്പീക്കർ ഉദ്ദേശിച്ച കാര്യങ്ങളായിരിക്കില്ല. സ്പീക്കറുടെ ആക്സെന്റും കാര്യങ്ങളും കറക്റ്റ് അല്ലെങ്കിൽ ആ എഴുതുന്ന കാര്യങ്ങൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ വീഡിയോ വാച്ചിങ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണത്, നമ്മൾ പത്രം വായിക്കുക എന്നുള്ളതാണ്. സാധാരണ ഞങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യുന്ന പത്രം ഹിന്ദു എന്ന ന്യൂസ് പേപ്പറാണ്. പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഗ്രാമർ, സ്ട്രക്ചർ, അതിനകത്തുള്ള ലാംഗ്വേജ്, അതിനകത്തുള്ള വൊക്കാബുലറി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദു വളരെയധികം നമ്മളെ സഹായിക്കുന്ന ന്യൂസ് പേപ്പറാണ്. ഹിന്ദു എഡിറ്റോറിയൽ ഡെയിലി വായിക്കുക എന്നുള്ളത് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പ്രധാനമാണ്. ഹിന്ദു പൂർണ്ണമായിട്ടും വായിക്കുന്ന ഏറ്റവും നല്ലത്, കാരണം കറണ്ട് അഫയേഴ്സിനും ഗുണം ചെയ്യും. പക്ഷേ ഹിന്ദു എഡിറ്റോറിയൽ എങ്കിലും കൃത്യമായിട്ട് വായിച്ചാൽ അതിനകത്തുള്ള പുതിയ വാക്കുകൾ എഴുതി വെക്കുക, ആ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെ ഇപ്പോൾ വാക്കുകൾ എഴുതി വെക്കുക? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ദിവസം പഠിക്കുന്ന വേർഡ് പ്ലെത്തോറ എന്നാണ്. PLETHORA, പ്ലെത്തോറ. ഈ വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ എഴുതി വെക്കുന്നു പ്ലെത്തോറ. ഈ വാക്ക് നമ്മുടെ മെമ്മറിയിൽ കൊണ്ടുവരുന്ന ടെക്നിക്ക് ഉണ്ട്. നിങ്ങളുടെ റൂളിംഗ് ഹാൻഡ് ഏതാണോ
അതല്ലാത്ത കൈകൊണ്ട് എഴുതി നോക്കുക. എന്താണ് റൂളിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പ്രധാനമായിട്ട് ബിഫോർ എക്സാമ്പിൾ ഞാൻ വലത് കൈ ഉപയോഗിക്കുന്ന ആളാന്ന് കരുതാം. ഞാൻ വലത് കൈ കൊണ്ടല്ലാതെ ഇടത് കൈ കൊണ്ട് പ്ലെത്തോറ എന്ന വാക്ക് എഴുതി നോക്കുന്നു. ബ്രെയിൻ വളരെ കോൺഷ്യസ് ആയിരിക്കും ഞാനത് എഴുതുമ്പോൾ. കാരണം എന്താ, ഞാൻ യൂസ്ഡ് അല്ലാത്ത ഒരു കൈ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ ബ്രെയിൻ എന്താ, ആ വാക്കിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കും. അതിനുശേഷം അങ്ങനെ ഒരു 2 തവണ എഴുതിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ആ വാക്ക് ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കും. ഓക്കെ, പ്ലെത്തോറ എന്ന് അബൻഡൻസ് എന്ന് അർത്ഥമുള്ള ആ വാക്ക് ഉപയോഗിച്ച് ഞാൻ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പുതിയ വാക്ക് കിട്ടുമ്പം ആ വാക്ക് നമ്മുടെ ഡോമിനന്റ് അല്ലാത്ത നോൺ ഡോമിനന്റ് ഹാൻഡ് കൊണ്ട് എഴുതി നോക്കുക. പ്ലസ് അതിനകത്ത് നിന്നൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറിയിരിക്കും. അപ്പൊ എഡിറ്റോറിയൽ റീഡിംഗ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റോറിയൽ കൃത്യമായിട്ടും അനലൈസ് ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മളൊന്ന് എഴുതി നോക്കണം. എന്താണ് എഡിറ്റോറിയൽ പറഞ്ഞത് നമ്മുടേതായ ഭാഷയിൽ. കാരണം SBI POക്ക് നിങ്ങൾക്ക് 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. അതുപോലെ IBPS 25 മാർക്കിന്റെ essay ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക, അവിടേക്ക് നമ്മൾ ട്രെയിൻഡ് ആവണം. അതുപോലെ SBI എക്സാമിൽ നമുക്ക് GD ഉണ്ട്, GE ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് വരുന്നത് ലാംഗ്വേജ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാസ്റ്റർ ചെയ്താൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് എല്ലാത്തിനും പ്രധാനമായിട്ട് മാറുന്ന ഒരു സാധനം അല്ലെ. അപ്പൊ അതിലേക്കാണ് പത്രത്തിന്റെ വായന നിരന്തരമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. കൃത്യമായൊരു വൊക്കാബുലറി പ്രാക്ടീസ്. 5 വേർഡ് ഡെയിലി പഠിച്ചാലൊന്നും വൊക്കാബ്സ് കൂടില്ല. പല ആളുകളും ക്ലാസ് പറയും 5 വേർഡ് ഡെയിലി പഠിച്ചാൽ മതി വൊക്കാബ്സ് കൂടും. ഇല്ല, 5 വേർഡ് ഡെയിലി പഠിക്കുന്നതല്ല പ്രധാനം, 5 വേർഡ് എങ്ങനെ പഠിക്കുന്നതാണ്. ആ വേർഡ് നമ്മൾ യൂസ്ഡ് ആവണം. ചിലപ്പോൾ നാളെ ഈ വേർഡ് കാണും, നാളെ ആ വേർഡ് എഴുതേണ്ടി വരും. അങ്ങനെ ഒരാഴ്ച ഒരു വേർഡ് കണ്ടിന്യൂസ്ലി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വേർഡിന്റെ അർത്ഥം എന്താണ്. നമ്മുടെ ഡെയിലി യൂസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന് പകരം ആ വാക്ക് ഉപയോഗിക്കാം. അബൻഡന്റ് എന്ന് പറയേണ്ട സ്ഥലത്തൊക്കെ ബോധപൂർവം പ്ലെത്തോറ എന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ വാക്ക് നമ്മളിലേക്ക് മെല്ലെ മെല്ലെ കയറി വന്നോളും. അങ്ങനെ വൊക്കാബ്സ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പൊ ഗ്രാമറും വൊക്കാബ്സും ഒക്കെ നമ്മുടെ ഈ ലാംഗ്വേജുമായിട്ട് നിരന്തരമായിട്ട് ഇടപെടുമ്പോൾ ഇംപ്രൂവ് ആവുന്ന ഒരു സാധനമാണ്. അടുത്ത കാര്യം, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ഇംഗ്ലീഷിന്റെ സെക്ഷനുകൾ ചെയ്യണം. ഇംഗ്ലീഷിന്റെ സെക്ഷൻ വൈസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ഒരു ചോദ്യം ചെയ്ത് നമ്മൾ ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ 20 മിനിറ്റ് സമയം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെ അനലൈസ് ചെയ്യണം. എന്താണ് അനലൈസ് ചെയ്യേണ്ടത്, എവിടെയാണ് തെറ്റ് വന്നിരിക്കുന്നത്, ഏതുതരം ചോദ്യങ്ങളാണ് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്തത്, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പ്രോബ്ലം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് എക്സാം, ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമർ മാത്രമല്ല, കോംപ്രിഹെൻഷനും വൊക്കാബ്സിനും പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ്. പ്രധാനമായും കോംപ്രിഹെൻഷനാണ്. അതിലേക്ക് വേണ്ടത് നമ്മുടെ ലാംഗ്വേജിന്റെ ടോട്ടലായ വളർച്ചയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ സംഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ ദിവസേന ബുക്ക് വായിക്കണം, ഏതെങ്കിലും ഇംഗ്ലീഷ് ബുക്ക് വായിക്കണം. നമ്മൾ ദിവസേന മൂവി അല്ലെങ്കിൽ 10 മിനിറ്റ്സ് വീഡിയോസ് കാണണം. നമ്മൾ ദിവസേന പത്രം വായിച്ച് വൊക്കാബ്സ് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ലാംഗ്വേജിനെ ഉണ്ടാക്കിയെടുക്കണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ, ടീമേറ്റ്സ് അക്കാദമിയുടെ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മെത്തേഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാമോ അതിന് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കുട്ടികളെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് GDയിലും GEയിലും അവർക്ക് നല്ല സ്കോർ വാങ്ങാവുന്ന രീതിയിൽ, ഇംഗ്ലീഷ് എക്സാമിൽ അവർക്ക് 30 ഔട്ട് ഓഫ് 30 വാങ്ങാവുന്ന, 40 ഔട്ട് ഓഫ് 40 വാങ്ങാവുന്ന ഒരു പ്രൊജക്റ്റിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഐ എം സൈനിങ് ഔട്ട്.